സെമിത്തേരിയിലെ പൊതുകല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കിയ മൃതദേഹത്തിന് തൊട്ടടുത്തായി പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ മൃതദേഹമെന്ന് തോന്നിക്കുന്ന മറ്റൊരു വസ്തു കൂടി കണ്ടത്. ഒരു പള്ളി സെമിത്തേരിയിൽ ഇങ്ങനെ പായയിൽ മൂടിക്കെട്ടിയ വിധത്തിലൊരു മൃതദേഹം വരുമോ? വൻ ദുരൂഹത നിറഞ്ഞ കേസാണ് വാണിയപ്പാറ പള്ളി സെമിത്തേരി കല്ലറയിൽ കണ്ടെത്തിയ ആ മൃതദേഹം. അതെങ്ങനെ വന്നെന്നോ എപ്പോൾ വന്നു എന്നതിനെ കുറിച്ചോ യാതൊരു സൂചനയും ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല. നിലവിൽ പഴുതുകളില്ലാത്ത അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത നീക്കാൻ ഇന്ന് കല്ലറ തുറന്ന് പരിശോധിക്കാനും നടപടിയായിട്ടുണ്ട്. പോലീസ്, റവന്യൂ, ഫോറൻസിക് വിഭാഗങ്ങളുടെ സാന്നിധ്യത്തിലാവും കല്ലറ തുറക്കുക. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടത് മൃതദേഹമാണോ എന്നതിൽ വ്യക്തത വരുത്താനാണ് കല്ലറ പൊളിക്കുന്നത്. മൃതദേഹമാണെങ്കിൽ ആരുടേതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ മൃതദേഹം 10 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയയുടേതാണെന്ന സംശയവും ഉയരുന്നുണ്ട്. കല്ലറ തുറന്ന് വിശദമായി പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം സംസ്കരിക്കുന്ന രീതിയല്ലാത്തതിനാൽ സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ഉടലെടുത്തത്. പ്രദേശവാസിയായ ജിൽസ് ഉണ്ണിമാക്കൽ എന്നയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിവരം ആദ്യം പുറം ലോകം അറിയുന്നത്. തുടർന്ന് പള്ളി അധികൃതർ കരിക്കോട്ടക്കരി പോലീസിൽ വിവരം അറിയിക്കുകയാണുണ്ടായത്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കല്ലറയിൽ മുൻപുണ്ടായിരുന്ന നമ്പർ ഇടയ്ക്ക് മാറ്റിയതാണ് ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ കല്ലറയ്ക്കുള്ളിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടാകാമെന്ന പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിലിന്റെ സംശയവും ദുരൂഹത വർദ്ധിപ്പിച്ചു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് 2014 കോഴിക്കോട് വിലങ്ങാട് വായാട് നിന്നും കാണാതായ ആലപ്പാട് സിജോസ് കറിയുടെ കുടുംബം മൃതദേഹം തങ്ങളുടെ മകന്റേതാണോ എന്ന സംശയവുമായി രംഗത്തെത്തിയത്. 2014 വീട്ടുകാരുമായി ഉണ്ടായ വാക്കുതർക്കങ്ങളെ തുടർന്ന് സിജോസ് കറിയ വിലങ്ങാട്ട് നിന്നും ഭാര്യയ്ക്കൊപ്പം ഭാര്യ വീടായ കരിക്കോട്ടക്കരി വാണിയപ്പാറയിലേക്ക് പോയിരുന്നു. അതിനുശേഷം സിജോ വിലങ്ങോട്ടുള്ള മാതാപിതാക്കളുമായോ മറ്റു ബന്ധുക്കളുമായോ യാതൊരുവിധ ബന്ധവും പുലർത്തിയില്ല. എന്നാൽ 2020 മാത്രമാണ് സിജോയെ വാണിയപ്പാറയിലെ ഭാര്യ വീട്ടിൽ നിന്നും കാണാതായെന്ന വിവരം ബന്ധുക്കൾ യാദൃശ്ചികമായി അറിയുന്നത്. അന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിച്ചില്ല. നിലവിൽ കല്ലറയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സിജോയുടേതാണോ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം.